നമസ്കാരം. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുന്നു, നിങ്ങളിത് മുൻപേ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽ ആരോപിക്കുന്നു. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ്സിന് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു സഖ്യമുണ്ട് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി മുഖങ്ങളിൽ ഒരാൾ എന്നും പറയപ്പെടുന്ന ശ്രീ വി ഡി സതീശൻ തന്നെ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയ പോലൊന്നുമല്ല, അവർക്ക് മതരാഷ്ട്രവാദമൊക്കെ അവർ ഉപേക്ഷിച്ചു, ഇപ്പോൾ അവർക്ക് മുഴുവൻ ജനാധിപത്യത്തിലാണ് വിശ്വാസം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ വി ഡി സതീശൻ നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ ഒന്ന് സതീശൻ ന്യായീകരിച്ചുകൊണ്ട് ഒന്ന് തേൻ പുരട്ടി ഈ സൂചിയെ ഒളിച്ചു കടത്താം, അല്ലെങ്കിൽ പഴത്തിനുള്ളിൽ സൂചി വെച്ച് കടത്താം എന്നുള്ള രീതിയിൽ സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന വ്യക്തിയുടെ രംഗപ്രവേശം. അപ്പോൾ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ സിനിമകളിലൊക്കെ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് ദേവൻ ബോംബെയിൽ നിന്ന് പണ്ട് പറന്നു വന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് പറന്നു വന്ന് വില്ലനായി വരുന്ന ഒരു വ്യക്തിയല്ല. പുള്ളി വളരെ കാലമായിട്ട് സജീവമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ രംഗത്ത് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമൊക്കെയായി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളുമായി ഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ആരാണ് എന്നുള്ളതിൻ്റെ ഒരു ഹ്രസ്വമായ വിവരണം നൽകിയാൽ, മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ടാമത്തെ അമീറായിരുന്നു, സെക്കൻഡ് അമീർ. അമീർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം, യഥാർത്ഥ തർജിമ, ഒരു കൃത്യമായ തർജിമ. അപ്പോൾ ഇവരുടെ ഇതിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവരുടെ നേതാവ്, രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാവായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഈ അമീർ എന്നുള്ള പദവിയുടെ ഏതാണ്ട് സമാനമായ എമീർ എന്നുള്ള പദവി ഇതിന് മുൻപ് ഞാൻ കേട്ടിട്ടുള്ളത് സമീപകാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്ത് കേട്ടിട്ടുള്ളത് ഐസിസിൻ്റെ കാര്യത്തിലാണ്. ഐസിസിൻ്റെ എമീർ ആയിരുന്നു നമ്മുടെ അബൂബക്കർ ബാഗ്ദാദി. നമ്മുടെ അമേരിക്കൻ പട്ടാളം ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോറിഫൈഡ് ആക്കിയ അബൂബക്കർ ബാഗ്ദാദി ആയിരുന്നു ഐസിസിൻ്റെ എമീർ. അപ്പോൾ ഇത്തരത്തിലൊരു സമാന പദം ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് അത്തരത്തിലാണ്. നിങ്ങളും അത്രയും ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ ആധുനിക കാലത്ത് അമീറും എമീറും ഒന്നും അധികം കേൾക്കപ്പെടാത്ത പദങ്ങളാണ്. അപ്പോൾ തിരിച്ച് വിഷയത്തിലേക്ക് വന്നാൽ, അമീർ ആണ്, രണ്ടാമത്തെ അമീറായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് എന്നാണ് സംഘടനയുടെ മുഴുവൻ പേര്. ആ സംഘടനയുടെ രണ്ടാമത്തെ അമീറായിരുന്നു ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറയപ്പെടുന്നു. അതിലുമൊക്കെ ഉപരി ഇവരുടെ ഒരു ബൗദ്ധിക ചിന്തകനും തന്നെയുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും ഏതാണ്ട് മേധാവി സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അപ്പോൾ സതീശൻ ഇങ്ങനെ പഴത്തിനുള്ളിൽ തേൻ പുരട്ടിയ സൂചി ഒളിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വിഷസൂചി ഒളിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മാറി അവർക്ക് മതരാഷ്ട്രവാദമെന്ന ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല, ആ ആശയമൊക്കെ അവർ ഉപേക്ഷിച്ചു എന്നൊക്കെ സതീശൻ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നു, ഇസ്ലാമിക രാഷ്ട്രമെന്ന ആശയം ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിക്ക് ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കില്ല എന്നുള്ള പ്രസ്താവനയുമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പെട്ടെന്നാണോ ഇത് പറഞ്ഞത്? അല്ല. ഒരു സതീശൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ആശയപ്രകടനം പെട്ടെന്ന് നടത്തി സതീശനിട്ട് പാലം വലിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത, ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നായ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് തന്നെ പറയാവുന്ന മതരാഷ്ട്രം എന്ന വാദം ഏറെക്കാലമായി ഒരു രൂഢമൂലമായി പിന്തുടർന്നു വരുന്ന, അല്ലെങ്കിൽ അവർ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ആശയം തന്നെയാണ്. ആ ആശയത്തിനെ സംബന്ധിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുൻപ് നടത്തിയ പ്രസ്താവനകൾ പ്രസിദ്ധമാണ്. വിവാദം ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊന്നും വിവാദമായിട്ടില്ല കേരളത്തിൽ. വിവാദമാകേണ്ടതാണ്. ശരിക്കും ഭരണഘടനയ്ക്കെതിരായി, ഒരു രാജ്യത്തിനെതിരായുള്ള പ്രസ്താവനയായി കണക്കാക്കേണ്ട ഒരു പ്രസ്താവനയായിരുന്നു ഇദ്ദേഹം മുമ്പ് നടത്തിയതിൽ ഒരു പ്രസ്താവന. പ്രത്യേകിച്ചും അത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത്, ദൈവേതരമായ അല്ലെങ്കിൽ അള്ളാഹുവേതരമായ ഒരു വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുവാനായി തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ മത്സരിക്കുന്നതും അതിൽ
നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതും ഇസ്ലാമികപരമായി ശരിയല്ല. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഷിർക്കാണ്. ഷിർക്കെന്ന് ഇസ്ലാമിൽ പറയുന്നത് ഏറ്റവും വലിയ പാപം. അതിനും മേളിലൊരു പാപം, ഷിർക്കിന് മുകളിലൊരു പാപമില്ല. കാരണം ഷിർക്കിന് മാപ്പില്ല എന്നുള്ള തരത്തിലാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഷിർക്കിനെ വിവക്ഷിക്കുന്നത്. മാപ്പില്ലാത്ത കുറ്റമാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതായത് ദൈവേതരമല്ലാത്തൊരു വ്യവസ്ഥയ്ക്ക് വേണ്ടി. ദൈവേതരമല്ലാത്തൊരു വ്യവസ്ഥ തന്നെയാണ് ഭരണഘടനയും ജനാധിപത്യവും. കാരണം ഇതൊന്നും ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹു നിർമ്മിച്ച വ്യവസ്ഥകളല്ല, ആധുനിക മനുഷ്യർ നിർമ്മിച്ച വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾക്ക് വേണ്ടി, ആ വ്യവസ്ഥകളുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഷിർക്കാണ് ഇസ്ലാമികപരമായി. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായിരുന്നു. ഇനി വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഈ ആശയങ്ങളിൽ നിന്ന് ഒക്കെ ഇവർ പിന്മാറിയോ അല്ലെങ്കിൽ ഈ ആശയങ്ങളെയൊക്കെ കൈവിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. തന്നെയുമല്ല, ഈ ആശയം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ് വീണ്ടും അതിനെ ന്യായീകരിച്ച് ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക നിലപാടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളങ്ങളും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉഡായിപ്പുകളും ഒക്കെ നടത്താറുണ്ട്. കാരണം കശ്മീരുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളുമായിട്ട് വ്യത്യാസമാണ്. അതിൽ തന്നെ ഒരു വളരെ അപകടകരമായൊരു സന്ദേശമുണ്ട്. കാരണം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ, അത് വേറെ സ്വതന്ത്ര സംഘടനകൾ, ഞങ്ങൾ സ്വതന്ത്ര സംഘടനകൾ എന്ന് പറയുന്ന ഇവർ തന്നെ കശ്മീരിൽ കേന്ദ്ര സർക്കാർ സമീപകാലത്ത് നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കശ്മീരിനെ ഇവരൊരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിൻ്റെ കാഴ്ചപ്പാടിൽ കശ്മീർ മറ്റൊരു രാജ്യമാണ്, ഭാരതത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമോ ഒരു കേന്ദ്രഭരണ പ്രദേശമോ അല്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി കണക്കാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് അത്തരത്തിലുള്ള അപകടകരമായ ആശയങ്ങൾ പിന്തുടരുന്ന അല്ലെങ്കിൽ അത് അവരുടെ അടിസ്ഥാന തത്വങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കൂട്ടുകൂടുന്നത്. 1996 ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീറുമായി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഐസിസിൻ്റെ എമീർ പോലെ ജമാഅത്തിൻ്റെ അമീർ നേതാവ് മായി പിണറായി വിജയനും ചർച്ചകൾ നടത്തി തിരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്. ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത ഉയർത്തിക്കാട്ടി, പത്രസമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി വി.ഡി. സതീശനാണ് പിണറായി വിജയൻ്റെ നേരെ വിരൽ ചൂണ്ടിയത്. കാരണം അത് കൊണ്ട് വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയുമായി പിണറായി വിജയൻ കൂട്ടുകൂടി ഞങ്ങൾ ആളുകൾ വളരെ വിശുദ്ധന്മാരാണ് എന്ന് സ്ഥാപിക്കാനല്ല സതീശൻ അത് ചെയ്തത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ഈ ഭീകരവാദികളുടെ കൂടെ കൂട്ടുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു സാമാന്യവൽക്കരണമാണ് സതീശൻ അത് ചെയ്യുവാൻ ശ്രമിച്ചത്. പറഞ്ഞു വന്ന കാര്യം, ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെ ജനാധിപത്യത്തെയും ഭരണഘടനയും ഇത്രയും പ്രത്യക്ഷമായി നിഷേധിക്കുന്ന ദൈവേതരമല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല. ദൈവേതരമെന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളുമല്ല, അള്ളാഹു സൃഷ്ടിച്ച ഒരു വ്യവസ്ഥയല്ലാതെ ഒന്നിനെയും അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അത് പ്രകടമായി പറയുന്ന, ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ, ആ സംഘടനയെ കൂട്ടിക്കെട്ടി തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിലേക്ക് ഇറങ്ങുന്ന രാഷ്ട്രീയ കക്ഷികൾ, ആ രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു സംഘടനയെ, രാഷ്ട്രീയ കക്ഷികളെ തടയേണ്ട കാര്യമില്ല. കാരണം UDF അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടെങ്കിൽ UDFന് ഭീകരവാദ ബന്ധമുണ്ട് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഈ ഭീകരവാദ സംഘടനകളെ യാതൊരു തരത്തിലും അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കേണ്ട ഇതുപോലുള്ള 100 പ്രസ്താവനകൾ പൊതുവിടങ്ങളിൽ ലഭ്യമാണ്. അവരെ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കാത്ത പിണറായി സർക്കാരും അവരുമായി കൂട്ടുകൂടിയ UDFും ഏത് തരത്തിലുള്ളൊരു സന്ദേശമാണ് കേരളത്തിൻ്റെ ജനതയുടെ മുന്നിൽ വയ്ക്കുന്നത്? കേരള ജനതയെ ഏതൊരു തലത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഓരോ ജനവും ഓരോ സമ്മതിദായകനുമാണ്. ചിന്തിച്ച് പ്രവർത്തിക്കുക. നമസ്കാരം.